ഞാനിപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ അഭിവന്ദ്യ വാണിയപ്പുര പിതാവിൻ്റെ സ്വന്തം ഭവനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വന്ധ്യപിതാവ് ബഹുമാനപ്പെട്ട തൊമ്മൻകൊച്ച് അപ്പച്ചനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 102 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയൻ ആൻ്റണി ചേട്ടനാണ് കൂടെയുള്ളത്. ജീവിത പങ്കാളി മകളുമാണ് ഇപ്പോൾ കൂടെയുള്ളത്. ഞാനും പിതാവും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. സെൻറ്റ് ലൂയിസ് സ്കൂളിൽ. ഞാനൊരു വർഷക്കാലം സെൻറ്റ് ലൂയിസ് സ്കൂളിൽ പോയുള്ളൂ. പിതാവ് 4ാം ക്ലാസ് വരെ സെൻറ്റ് ലൂയിസ് സ്കൂളിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഏറെക്കുറെ ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെയൊക്കെയാണ് അന്നും നടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിതാവ് പെരുവന്താനം സെൻറ്റ് ജോസഫ് സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞാനും അങ്ങോട്ട് അവിടെ ചെന്നു. ഞങ്ങൾ തമ്മിൽ 2-3 ക്ലാസ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തമ്മിൽ പഠിച്ചത്. ആ കാലഘട്ടത്തിൽ പിതാവ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഇത്രയും മക്കളിലുള്ളതിൽ സാമാന്യം നല്ലപോലെ പഠിക്കുന്ന ഒരു ആളായിട്ടാണ് പിതാവ്. പിന്നെ അത് കഴിഞ്ഞ് പിതാവ് അച്ഛനായി കഴിഞ്ഞാണേലും ഞങ്ങൾ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങളിൽ ഒത്തിരി ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ പിതാവ് ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ മൂത്ത അച്ഛനും ജോർജ് അച്ഛനും ഞങ്ങളുടെ കുടുംബത്തിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ എല്ലാവരും ഒരുമിപ്പിക്കുന്ന കാര്യത്തിൽ ഒക്കെ വളരെ ശ്രദ്ധാലുവായിരുന്നു രണ്ടുപേരും. ഞങ്ങളുടെയൊക്കെ വീട്ടിലെന്തെങ്കിലും ഒരു എൻ്റെ ചേട്ടന്മാരുടെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും വീടുകളിൽ ബർത്ത്ഡേ ആയിട്ടും കല്യാണ വാർഷികമായിട്ടും അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളിലും ഞങ്ങൾ തന്നെ ഓർത്തില്ലെങ്കിലും പിതാവ് ഓർത്ത് ആ വീടുകളിൽ വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വരികയും അല്ലെങ്കിൽ ഫോണിൽ കൂടെ ആണെങ്കിലും ഒന്ന് വിഷ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ പിതാവ് വളരെ ശ്രദ്ധാലുവായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള സഹോദരങ്ങളുടെ കാര്യങ്ങളിലാണേലും ചാച്ചൻ്റെ അനുജന്മാരുടെയും ചേട്ടന്മാരുടെയും വീടുകളിൽ പോകുന്ന കാര്യത്തിലും ഒക്കെ പിതാവ് വളരെ ശ്രദ്ധാലുവായിരുന്നു. നിങ്ങൾ 9 മക്കളാണോ? 10 പേരായിരുന്നു. മൂത്തയാൾ 16 ദിവസമായപ്പം മരിച്ചു പോയതാണ്. 16 ഉണ്ടായി. ചാച്ചൻ പോലും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അമ്മ വീട് തിരുവാമ്പാടിയാണ്, മലബാർ. അപ്പം അവിടെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന പള്ളിയിൽ മൂത്തയാളെ അടക്കം ചെയ്തെന്നാണ് കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെയുള്ള ഞങ്ങൾ 9 മക്കളാണ്. 9 മക്കളിൽ ഏറ്റവും ഇളയത് ഞാൻ. എൻ്റെ നേരെ മൂത്തതാണ് പിതാവ്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെല്ലാം വളർത്തിയതെന്ന് ചാച്ചൻ പറഞ്ഞു. ചാച്ചനും അമ്മയൊക്കെ അതുപോലെ ബുദ്ധിമുട്ടിയാണ് വളർത്തിയത്. അത് എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ എനിക്കൊക്കെ കുറേയൊക്കെ സാമാന്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ ആയിരുന്നു. അതിനു മുമ്പ് എൻ്റെ ചേട്ടന്മാരും ചാച്ചനും ഒക്കെ ഒരുപാട് അധ്വാനിച്ചാണ് ഇതുപോലെ ഭൂമികളൊക്കെ ഉണ്ടായത്. ഞങ്ങൾ കൊച്ചറ സ്ഥലമുണ്ടായിരുന്നു, പിന്നെ കോരിത്തോടുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം അതെല്ലാം വിറ്റിട്ട് ഇവിടെ തന്നെ എല്ലാവരെയും ചാച്ചന്, എൻ്റെ ഓർമ്മയിലെ ചാച്ചന് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുകളെല്ലാം ഉണ്ടാക്കി കൊടുത്തു മക്കൾക്ക് എല്ലാവർക്കും. അപ്പച്ചൻ നല്ലൊരു കഠിനാധ്വാനിയായിരുന്നു. ചാച്ചൻ രാവിലെ ഒരു 4:30 ആകുമ്പോൾ എഴുന്നേൽക്കും. എഴുന്നേറ്റ് രൂപക്കൂടിൻ്റെ അവിടെ പോയിരുന്ന് കുരിശ് വരയ്ക്കും. അമ്മയും 2 പേരും. അമ്മയും കൃത്യനിഷ്ഠയുണ്ടായിരുന്നു. 4:30 ആകുമ്പോൾ കേൾക്കാൻ. അങ്ങനെ 2 പേരും കൂടെ ഇരുന്ന് കുരിശ് വരയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് അമ്മ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ചാച്ചന് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ആ സമയത്ത് പറ്റുന്ന 1-2 വർഷം കൊണ്ട് ചാച്ചൻ അങ്ങനെ. പിന്നെ ചാച്ചന് ഇച്ചിരി ഓർമ്മ കുറഞ്ഞതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയെന്നുള്ളതേ ഉള്ളൂ. അതുവരെ ചാച്ചൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഇതായിരുന്നു. വൈകുന്നേരത്തെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ 7 മണിയാകുമ്പോൾ കൃത്യനിഷ്ഠയായിരുന്നു. ആ കൃത്യനിഷ്ഠയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ആയിട്ട് പോകുമായിരുന്നു ചാച്ചൻ. പിന്നെ പള്ളിയിൽ രാവിലെ 6:30 കുർബാന. 6:30 കുർബാനയ്ക്കൊരു 6 മണിയാകുമ്പോഴത്തേനും ഇവിടെ അമ്മയും ചാച്ചനും കൂടെ നടന്നു പോകും. അത്യാവശ്യം പള്ളിയിലെ കൈക്കാരനായിട്ട് വർഷങ്ങളോളം ചാച്ചൻ തുടർന്നു. അവിടെ അച്ഛന്മാരെ സഹായിക്കുന്ന കാര്യത്തിൽ, അച്ഛന്മാർക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്ന കാര്യത്തിൽ അവിടെ ഞങ്ങൾക്കൊന്നും മടവില്ലായിരുന്നു പള്ളിക്കൽ. അപ്പം രാവിലെ ഇവിടുന്ന് കാപ്പി ഫ്ലാസ്കിൻ്റെ അകത്താക്കി അച്ഛന് കാപ്പിയായിട്ട് പോകുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛനങ്ങനെ അച്ഛന്മാരോടൊക്കെ നല്ല വിധേയത്വവും ബഹുമാനവും ഉണ്ടായിരുന്നതായിട്ടാണ്. നല്ലപോലെ വിധേയത്വവും ബഹുമാനവും ഉണ്ടായിരുന്നു ഈ അച്ഛന്. അതൊക്കെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഈ പിതാവിൻ്റെ ദൈവവിളിയുമായിട്ട് ബന്ധപ്പെട്ട് പിതാവിന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം അതെങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമോ? എനിക്ക് തോന്നുന്നത് അമ്മയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും സണ്ണിച്ചനിങ്ങനെ പിന്നെ സെമിനാരിയിൽ പോകുന്ന കാര്യമൊക്കെ അമ്മയോടിങ്ങനെ പറഞ്ഞു. ഏതോ ഒരു വർഷം നമ്മുടെ ഇടവകയുമായി ബന്ധപ്പെട്ടൊരു എല്ലാ വീടുകളും കയറിയിരുന്നു. ഒരു വർഷം പിതാവായി കഴിഞ്ഞാന്ന് തോന്നുന്നു എല്ലാ വീടുകളും കയറിയായിരുന്നു. ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഒത്തിരി സന്തോഷമുണ്ട്.
പിതാവ് എല്ലാവരോടും നല്ല ബന്ധങ്ങൾ പുലർത്തുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രഖ്യാപനം നടന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഈ ഒരു നിയമനം വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു.